ഹേ ഗായ്സ്, അപ്പോൾ അമ്മേ തൊണ്ടയൊക്കെ പോയി. അങ്ങനെ നമ്മുടെ ഇന്നലത്തെ യാത്രയൊക്കെ കഴിഞ്ഞ് ഇന്ന് വെളുപ്പാങ്കാലം ഇല്ലേ വെറുതെ വന്ന് കയറിയപ്പം ഗായ്സ് വീടൊക്കെ മുടിഞ്ഞ് വാരി അങ്ങ് കിടക്കുക. എങ്ങനെ ഉണ്ടായിരുന്നു നമ്മുടെ വയനാട്? വയനാട്, ഊട്ടി, തണുപ്പുള്ള പ്രദേശം. നമുക്കതൊന്നും ഏറ്റില്ല, കാരണം നമുക്ക് തണുപ്പ് ഇഷ്ടമായതുകൊണ്ടേ. തണുപ്പ് ഇഷ്ടമായതുകൊണ്ട് നമുക്ക് ഇതൊന്നും ഏറ്റില്ല. ഒരു പ്രോബ്ലം അല്ലായിരുന്നു കേട്ടോ അവന്. ചില ദിവസം രാത്രി AC ഫാൻ ഇട്ടാൽ അവൻ പൊതിക്കും. അവൻ എന്നെ പോലെ. എനിക്ക് ചൂടാണ് സഹിക്കാൻ പറ്റാത്തത്, തണുപ്പ് ഭയങ്കര ഇഷ്ടം. നമ്മുടെ ചെടി കുറെയൊക്കെ കരിഞ്ഞു പോയി ഗൈസ്, കുറെ കരിഞ്ഞു പോയി. അറിയത്തില്ല എന്ത് പറ്റിയെന്ന്. ബൊഗൈൻവില്ലയുടെയൊക്കെ പൂവൊക്കെ പൊഴിഞ്ഞു പോയി. നമ്മളെ ബൊഗൈൻവില്ല അങ്ങനെ അവിടെ നിന്ന് പറക്കി മാറ്റി. കരിഞ്ഞില്ല, പൂ മൊത്തം പൊഴിഞ്ഞു പോയി. പിന്നെ റോസയുടെ പൂ അതേ കണക്ക് തന്നെ കരിഞ്ഞു പോയി. പക്ഷെ ഇലക്ക് കുഴപ്പമൊന്നുമില്ല, ചെടിക്ക് ഒരാഴ്ച നമ്മളിവിടെ ഇവിടെ ഇതിനൊന്നും കുഴപ്പമില്ല കേട്ടോ. പക്ഷെ എന്നാലും ഈ ചെടിയുടെ കണ്ടു, ഇവിടെ കണ്ടു. സത്യം പറഞ്ഞ ചെടി ഉണ്ടെങ്കിൽ വീട്ടിൽ വേണം, ഡെയിലി കെയർ ചെയ്യണം. ഇൻഡോർ പ്ലാന്റ്സിനൊന്നും കുഴപ്പമില്ല, ഒരെണ്ണത്തിന്റെ മാത്രം ഇൻഡോർ പ്ലാന്റ്സ് എല്ലാം നല്ല ഗ്രോത്ത് ഉണ്ട്. പക്ഷെ നമ്മൾ ഔട്ട്ഡോറിനകത്ത് നമ്മുടെ ക്രിസ്മസ് ട്രീ ഒക്കെ കരിഞ്ഞ കേട്ടോ. ക്രിസ്മസ് ട്രീ ആൾറെഡി ആദ്യം വെച്ചത് ഒരെണ്ണം കരിഞ്ഞു പോയായിരുന്നു. കാരണം ഇവിടെ അമ്മാതിരി വെയിലാണ് കൈസ് അടിക്കുന്നത്. കണ്ടോ അത് ഒരെണ്ണം കരിഞ്ഞു പോയി. പിന്നെ നമ്മളിത് രണ്ടാമതൊരെണ്ണം വാങ്ങിച്ചാണ്, ഇത് നട്ടില്ല. പിന്നെ നമ്മൾ ഇവിടുന്ന് നാരങ്ങ നമ്മൾ ആൾറെഡി പിടിത കാര്യം നിങ്ങളെല്ലാം അറിഞ്ഞാണല്ലോ. ആൾറെഡി എല്ലാവർക്കും പരാതിയായിരുന്നു. നാരങ്ങ വെച്ച അന്ധവിശ്വാസത്തിന്റെ ഒന്നും അല്ല, എന്തോ മൃദുലയ്ക്ക് ഒരു പറഞ്ഞിട്ട് പിന്നെ അത് നമ്മൾ ധിക്കരിച്ചുകൊണ്ട് വെക്കുന്നത് ശരിയല്ല. എനിക്ക് താല്പര്യം ഉണ്ടായിരുന്നു. പിന്നെ മൃദുലയ്ക്ക് ഒരു നെഗറ്റീവ്, കാരണം നമ്മളൊരു പറയണത് എനിക്ക് എന്തെങ്കിലും ആപത്ത് വരും എന്ന് പറഞ്ഞപ്പോൾ അവൾക്കൊരു നെഗറ്റീവ്. അതുകൊണ്ട് നമ്മളതൊരു ചെടി വേസ്റ്റ് ആക്കണമെന്ന് വിചാരിച്ച് നമ്മൾ തിരിച്ചു കൊണ്ട് കൊടുത്തു. അങ്ങനെ നമ്മൾ റംബൂട്ടാൻ അവിടെ നിന്ന് വാങ്ങിച്ചായിരുന്നു. റംബൂട്ടാനെ നട്ടില്ലായിരുന്നു, അത് നമ്മൾ പിന്നെ ബാക്കിൽ കൊണ്ടുവച്ചു. കാരണം ഇവിടെ അടിക്കുന്ന വെയിൽ ഭയങ്കര വെയിലാണ്. മഴക്കാലത്ത് വെക്കുന്നതാണോ നല്ലത് ചെടി വെച്ച് നമ്മളെ വളർത്തി. അല്ലെങ്കിൽ നമ്മൾ എപ്പോഴും ഇവിടെ ആള് വേണം. എന്നും ആളുണ്ട്, വൈകിട്ട് വെള്ളം ഒഴിക്കുന്ന കുഴപ്പമില്ല. അങ്ങോട്ടൊന്നും പോവല്ലേ, പാമ്പ് കാണും. പാമ്പോ പഴുതാരിയോ എന്തേലും ഒക്കെ കാണും. അയ്യോ എന്തോ അങ്ങ് മൂലയിൽ കണ്ടോ ചവറുകൾ കിടക്കുന്നുണ്ട്. നമ്മൾ ചെടികളെല്ലാം അങ്ങോട്ട് വെച്ചു, കാരണം ആകപ്പാട് ഇച്ചിരി തണലുള്ളത് ആരും സൈഡില്ല. അപ്പൊ അവനെ ഒന്ന് കുളിപ്പിച്ചിട്ട് ഉറങ്ങിയിട്ട് വേണം എനിക്ക്. യാത്രയൊക്കെ കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയ ബുദ്ധിമുട്ടാണ് വീട് ക്ലീനിങ്. അതെ, നമ്മുടെ വീട് ക്ലീൻ ചെയ്യുന്നതെന്ന് പറയുന്നത് വലിയൊരു ടാസ്ക്കാണ്. കാരണം ഇവിടെ മൊത്തം റബ്ബറും തോട്ടം ആയതുകൊണ്ട് ഇലയെല്ലാം പൊഴിഞ്ഞു പോയി, പുതിയ ഇലകളൊക്കെ വന്നു. ബാക്കി ഇലകളെല്ലാം തേണ്ടി ഇവിടെ കിടപ്പുണ്ട്. എൻ്റെ പരിപാടി എന്ന് പറയുന്നത് ഇന്ന് പോണ വണ്ടി നമുക്കൊന്ന് ക്ലീൻ ചെയ്യണം. വണ്ടി മൊത്തം പൊടിയാണ്. ഇന്നലെ സാധനങ്ങളെല്ലാം നമ്മൾ ഇറക്കി, വണ്ടി നിറച്ച് പൊടിയാണ് കേട്ടോ. കണ്ടോ ഇത് മൊത്തം നമുക്ക് കഴുകി സർവീസ് ചെയ്യണം. അണ്ടർ ബോഡിയൊക്കെ കഴുകണം. അപ്പം വണ്ടി സർവീസിങ് ആണ്. ഈ വണ്ടി നമ്മളെ ബലീനയും സർവീസിൻ്റെ ടൈമായി. കിലോമീറ്റർ 5 കിലോമീറ്റർ ആയിട്ടില്ല, നമുക്ക് വണ്ടി വാഷിംഗ് മാത്രം ചെയ്താൽ മതി. അപ്പം ഞാൻ പോയി ഒന്ന് വാഷിംഗ് ഒക്കെ ചെയ്ത് സെറ്റായിട്ടൊക്കെ അവനെ കുളിപ്പിച്ചുറക്കിയിട്ട് ഒരു സൈഡിൽ നിന്ന് തുടങ്ങാം. ഈ CC പ്ലാന്റ് എല്ലാം നല്ല അടിപൊളിയായിട്ടുണ്ട്. പുതിയ നാമ്പുകളൊക്കെ വന്ന് ഇതൊക്കെ പിരിച്ച് നട്ട് കഴിഞ്ഞാൽ 3 കൊണ്ടേ ഉള്ളായിരുന്നു. ഇപ്പൊ നോക്കി ഇത്ര കന്നുവിട്ടല്ല, എന്നാലും അത് പിരിച്ചു നടന്നു. ഇതൊക്കെ പുതിയ നമുക്ക് കുറെ പോട്ട് വാങ്ങണം. ആ പുതിയ ഇതിനും വേണം, ഇത് പിരിച്ചു നടാനും വേണം. ആകെ ഇച്ചിരി വാടിയതെന്ന് പറയുന്നത് ഈ ഒരു ഇലയാ. അത് നട്ടതിന്റെ മിസ്റ്റേക്ക്. ആ ഒരു മൂഡ് അന്നേ അനങ്ങി പന്നലായിപ്പോയി. പക്ഷെ എന്റെ ചുറ്റുമുള്ളത് എല്ലാം സെറ്റ് ആയിട്ടുണ്ട്. പിന്നെ നമ്മളെ മോൺസ്റ്റർ സെറ്റ് ആയിട്ടുണ്ട്. മോൺസ്റ്ററിന്റെ നമ്മൾ അവിടെ നിന്ന് ലൊക്കേഷൻ മാറ്റി ഇവിടെ വെച്ചതിന് ശേഷം കുറച്ച് വെയിലൊക്കെ കിട്ടുന്നുണ്ട്. മോൺസ്റ്റർ ഇതേ സെറ്റായി വരുന്നുണ്ട്. അപ്പോൾ ഈ പ്ലാസ്റ്റിക് ചെടി വേണമെന്ന് പറഞ്ഞ ആൾക്കാരായി. ഇപ്പം ചെടിക്ക് എവിടെ പോയാലും ചെടി. പോട്ട് വാങ്ങാൻ വേണ്ടി വന്നിട്ടുണ്ട്. കുറേ വെറൈറ്റി പോട്ട്സ് വന്നിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ നല്ല രസമുണ്ടല്ലേ കാണാനായിട്ട്. ഇതൊക്കെ കൊള്ളാം. ഇതിൽ എല്ലാം സെറാമിക് ആട്ടോ. ഇതെല്ലാം നല്ല രസമുണ്ടാണ്. കിടിലമാണ്. റേറ്റും അതുപോലെ കൂടുതലാണ് ഗൈസ്. ഇത് 290 രൂപ. ഇതല്ലേ എൻ്റെ മുടി എങ്ങനെ വെട്ടിയത്? സൂപ്പർ ആയിട്ട് ഞാൻ കണ്ടു. എന്ന് ഇപ്പോൾ ഒരേ സ്റ്റൈൽ ഒരേ സ്റ്റൈൽ, അതുകൊണ്ടൊരു പുതുമയില്ല. ഇനി ഒരു വെറൈറ്റി സ്റ്റൈൽ പിടിക്കണം. മുടിയെ കൊട്ടി യാത്ര കഴിഞ്ഞ് വന്നപ്പോഴത്തേക്ക് മുടിയൊക്കെ താടിയൊക്കെ മാളന്ന് ഒരുമാതിരി ഇരച്ച് ഒരുമാതിരി ആയിരുന്നു. നമ്മൾ ഇതാണ്ട ചെടി നമ്മൾ ഊട്ടിയിൽ നിന്ന് വാങ്ങിച്ചത് ഇത്ര വെറൈറ്റി ചെടികളാണ്. എനിക്ക് വയ്യ. ഊട്ടിയിലെ ചേട്ടൻ നമ്മളെ പറ്റിച്ചാണോ മക്കളെ കൊണ്ട് വെച്ചാൽ ആദ്യം പ്ലാച്ചി കട്ടിയുള്ള കീട്ടിലാട്ടി കളിക്കുന്നു. പിന്നെ ഒരു ദിവസം കൊണ്ട് അങ്ങ് പിടിച്ച് പന്തലിച്ച് ചുമ്മാണ് ഗൈസ്. അത് കണക്ക് തന്നെ ഇരിക്കുകയാണ് കേട്ടോ. 50 രൂപയ്ക്ക് കേട്ടോ. എല്ലാം 50 രൂപ. ഒരെണ്ണം കോംപ്ലിമെന്ററി തന്നു. ചേട്ടൻ പറഞ്ഞത് ഊട്ടിയിലല്ല ഏത് മരുഭൂമി വെച്ചാലും ഈ സാധനം കിളിക്കുമെന്നാണ്. തമ്പുരാൻ അറിയാൻ ചേട്ടാ. മുല്ലയില്ലേ? ഇതിന്റെ പേര് എന്തൊക്കെയാന്ന് വെച്ചാൽ തമ്പുരാൻ അറിയാം. ഈ ഒരു ചെടിയില്ലേ, ഈ സാധനം നല്ല ഹൈറ്റിൽ പോകുന്ന സാധനമാണ്.
ബാക്കി ഒന്നിന്റെ പേര് എനിക്ക് ഒന്നിന്റെ പേര് അറിയത്തില്ല. പക്ഷെ നമ്മൾക്ക് ഇഷ്ടപ്പെട്ടു, കണ്ടു ഇഷ്ടപ്പെട്ടു വാങ്ങിച്ചു, അത്രേ ഉള്ളൂ. അപ്പൊ നിങ്ങൾക്ക് പേര് ഇതിന്റെയൊക്കെ അറിയാന്നുണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യും. ഇതെല്ലാം എന്ത് കാറ്റഗറി വരുന്ന മറ്റേ ഈ ക്യാപ്റ്റസ് എന്തോ ഒരു പേരുണ്ട് ഇങ്ങനെ ചെടിയുടെ, ആ കാറ്റഗറി വരുന്ന ചെടിയാണ് കേട്ടോ ഇതെല്ലാം. ഓക്കെ ഗൈസ്, നമ്മള് പോട്ട് വാങ്ങിച്ചായിരുന്നു കേട്ടോ. ലുക്ക് അറ്റ് ദാറ്റ്. പോട്ടിന് ഭയങ്കര വില കേട്ടോ, ചെടിയെക്കാട്ടി വില പോട്ടിന്. എന്തോ ചെയ്യാനാ, ചെടി എല്ലാം കൂടി 500 രൂപയുള്ളൂ ഇല്ലേ? സത്യല്ലേ? പോട്ടിന് 2000. ഞാൻ മറ്റേ സ്റ്റോണും വാങ്ങിച്ചായിരുന്നു, കല്ലും വാങ്ങിച്ചു. വേറൊരു സംഭവം ഉണ്ട്, ഈ ഓട്ടോമാറ്റിക് വൈറ്റ് സ്പ്രേ ചെയ്യുന്ന. നമ്മളില്ലെങ്കിൽ പോലും അങ്ങനത്തെ എന്തെങ്കിലും സെറ്റപ്പ് ഉണ്ടെങ്കിൽ വീട്ടിൽ ചെയ്യണം കേട്ടോ, അത് അത്യാവശ്യമായിരിക്കും. പക്ഷെ അതിനു വേണ്ടിയുള്ള ചെടി നമുക്കില്ല, അത്ര സെറ്റപ്പിനുള്ള ചെടി വളർത്തണം. ചെടിയെ കണ്ടോ, പോലെ വളർത്തണം. എന്നാ ഡെയിലി എടുത്തു വെച്ച് കൊഞ്ചിക്കണേ. കൊഞ്ചിക്കാൻ ആമ്പൂട്ടിനെ എടുത്തോണ്ട് നടക്കുന്ന പോലെ എടുത്തോണ്ട് നടന്നേ. അയ്യോ, ഇത് വീഡിയോ കോളിൽ കൂടെ കാണിച്ചപ്പോ വലുതായിട്ട് തോന്നി. അവിടെ ഒരാള് വിളി തുടങ്ങി. സൂപ്പർ ഹോട്ടല്ലേ, ഇനിയുണ്ട് ഐറ്റം തീർന്നിട്ടില്ല. വെറൈറ്റി പോരട്ടെ. 10 ചെടിയുണ്ട്, നമ്മള് ഓരോന്നില് 2 വെച്ച് നടേണ്ടി വരും. പക്ഷെ സെയിം വെറൈറ്റി. ഞാൻ ദൂരെ നെണ്ണിയതുള്ളൂ, അടുത്ത് നെണ്ണിയില്ല. അയ്യോ, പക്ഷെ സെറാമിക് ആയതുകൊണ്ട് തിളക്കവും കാണാനും അടിയിൽ മറ്റേ പോട്ട് ഇതുണ്ട്, വെള്ളം ഓട്ടോമാറ്റിക് ഒന്ന് കിടന്നോളൂ. വളം കോഴിക്കാട്ടം, ചാണാപ്പൊടി ഇട്ടിട്ടുണ്ടാക്കണയാണ് കേട്ടോ. ചെടി വളരണ്ടേ? ചെടി വളരണം. അവനെ എടുക്കണം, അതിന് കൈയിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഈ മൃദുല നട്ടിട്ടാണോ എന്തോ ഒരു എരണോ ഇല്ലാതെ മൊത്തം കരിഞ്ഞു പോകുന്നത്. ഇനി അത് പറ, ഞാൻ നട്ടത് ഏത് പന്നലായി പോയത്? ക്രിസ്മസ് ട്രീ ഞാനല്ല നട്ടത്. ക്രിസ്മസ് ട്രീ ഞാനല്ല നട്ടേ. മുള ഞാനാ പോയിട്ട് വന്നപ്പോഴേ മുളയ്ക്ക് ഒരു ക്ഷീണം. മുളയുടെ കൊമ്പ് ഇങ്ങനെ ഇരിക്കും. ആ ക്ഷീണം വന്നപ്പോ ബൊഗൈൻവില്ലയ്ക്ക് ഒരു ക്ഷീണം, അതിന്റെ മോന്ത ഇങ്ങനെ ഇരിക്കും. അത് പിന്നെ നമ്മൾ യാത്ര ചെയ്ത് വന്നിട്ട് നമുക്ക് ക്ഷീണമില്ല, അതുപോലെ ചെടിയൊക്കെ ക്ഷീണം കാണും, അത് മാറിയാ മതിയായിരുന്നു. ഐശ്വര്യമായിട്ട് ഇതിൽ നടണം. ഇത് തുടങ്ങും. ഈ നമ്മൾ വലുതാവുന്ന അനുസരിച്ച് ചെയ്യാം. ഈ ചെടികൾ നല്ല വലുതാവുന്നതാ. അത് ഈ താമര, ഈ താമര ഉണ്ടോ? ഈ താമര അല്ലോ, ഇതൊക്കെ അലോവേരയുടെ ഒരു ഗണത്തിൽ വരുന്ന സാധനങ്ങളൊക്കെ, ഇതൊക്കെ വലുതാവുന്നതാ. അപ്പം വലുതാവുന്ന ടൈപ്പുകൾ വെക്കണം. ഈ പ്ലാന്റ് വെക്കുന്നതിൽ ഒരു രീതി ഉണ്ട്, നമ്മൾ വെക്കാൻ അറിയാത്തോണ്ടാണോ എന്തോ ഈ പുല്ല് ഇതെല്ലാം കരിഞ്ഞു. പക്ഷെ നമ്മൾ വെക്കുന്ന കറക്റ്റാണല്ലോ. ബോഡിയോടൊന്ന് ചെടി നടുന്നതിന്റെ രീതിയുണ്ട്. റീപ്ലാന്റേഷൻ ഓഫ് കൊളാബറേഷൻ എന്ന് പറയും, കേട്ടിട്ടില്ല? ഞാൻ ഇനിയിപ്പോ അത് കോഴ്സിന് പോണ്ടി വരും. അല്ല, റീപ്ലാന്റേഷൻ ഒരു രീതിയുണ്ട്. പഠിച്ചാണ് ഗൈസ്, എന്നാലും എല്ലാം മറന്നു. നീ ബഡിങ് പഠിച്ചില്ലേ? ഇവിടെ എന്തിനു വാച്ചാൻ പോകുന്ന, ചെടി നടാൻ പോലും അറിയത്തില്ല. 7ാം ക്ലാസ്സിലും 8ാം ക്ലാസ്സിലും കണ്ട ബഡിങ് പഠിച്ചത്. സുവോളജി ജന്തുശാസ്ത്ര. സുവോളജി നീ ഒരു ജന്തുവാ, അതാ പഠിച്ചോണ്ടായിരുന്നു. അസുഖങ്ങളെ പറ്റി ചോദിക്കും, ഞാൻ പറഞ്ഞുതരാം. അസുഖങ്ങളാ? മൂലക്കുരുവിന് മാറാൻ വേണ്ടി പ്രതിവിധി. പൈൽസ് മാറണമെങ്കിൽ പഴം തിന്നണം, ചിക്കൻ കഴിക്കരുത്, നല്ല നല്ല വെജിറ്റബിൾസും ഫ്രൂട്ട്സും കഴിക്കണം, ഫൈബർ ഉള്ള ആഹാരം കഴിക്കണം. സോ സിമ്പിൾ ഗൈസ്. നീ കടയല്ലേ? എടാ അമ്മ ചെടി നടുവാടാ, ഇതെല്ലാം നിനക്ക് വേണ്ടി. നിനക്ക് വേണ്ടിയാ? പിച്ചി പറിച്ച് ദൂരെ കളയാനാ ഞാൻ ഉദ്ദേശിച്ചു. മക്കളെ ചെടിയിലൊന്നും പിടിക്കൂ. ഇൻഡോറൊക്കെ പൊക്കത്തി വെക്കണം, അല്ലെങ്കിൽ അതിൽ കിടക്കുന്ന കല്ലെല്ലാം ഞങ്ങൾ പറക്കി ദൂരെ കളയാം. ഇരുട്ടത്ത് നീ എന്തുകൂടെ കാണുന്നത്? നല്ല കറുത്ത മണ്ണില്. അവിടുത്തെ മണ്ണിന്റെ പ്രത്യേകത ഉണ്ട് കേട്ടോ, എനിക്ക് തോന്നുന്നില്ല, പറഞ്ഞൂടാ. ഇല്ല, നല്ല മൂട്ടിലി മണ്ണ് തന്നെയാണല്ലോ. അടിപൊളിയായിട്ട് ആ പോട്ടിൽ വെച്ചപ്പോ കാണാനായിട്ട്. ഈ 2 ഇങ്ങനെ വെച്ചേക്കല്ലോ, കുഴപ്പമില്ലല്ലോ. സൂപ്പർ ഗൈസ് കേട്ടോ. അപ്പം 2 മൂലക്ക് വെച്ചിട്ട് ബാക്കി എല്ലാവരും ചുറ്റും അത് കുളിക്കും. നടക്കും എപ്പോഴും കാണാം, തീർക്കാം. ഇത് നമ്മൾ രണ്ടാമത് നട്ട ഒരു CC പ്ലാന്റ് ആണ്. നമ്മൾ ഈ പോട്ടിലോട്ട് മാറ്റുക കേട്ടോ. ഈ പോട്ടിൽ നമ്മൾ മാറ്റി, കാരണം ഇത് നല്ലൊരു പോട്ടാ. മൂട്ടിലൊരു ഉണ്ടണക്ക് വരും. ഇത് നമ്മൾ മാറ്റി നട്ടിട്ട് പോലും 1 മാസം ആയോ? ഇല്ലല്ലോ, പെട്ടെന്നുള്ള ഗ്രോത്ത് ആയിരുന്നു. നമ്മൾ നല്ല വളമൊക്കെ ഇട്ടുകൊണ്ടായിരിക്കണം. കാണിച്ചു തരാമേ. ഈ ഒരു ബബിള് കണ്ടോ ഗൈസ്? കണ്ടോ ഈ ഒരു ബബിള്? വെള്ളത്തിയിടും. ഇത് നല്ല പിടിച്ചു കേട്ടോ ഈ CC പ്ലാന്റ്. നല്ല ബബിള് വന്ന് നല്ല ഗ്രോത്ത് ഉണ്ട്. ചില ചെടികളൊക്കെ ഇങ്ങനെ നട്ട് കിളിച്ച് വരുമ്പോൾ എന്തോ ഒരു മനസ്സിൽ സന്തോഷം കേട്ടോ. ഇല്ലേ? അയ്യോ, പ്ലാസ്റ്റിക് ചെടി ഇഷ്ടപ്പെടുന്ന ആളായിരുന്നു, ഇപ്പൊ കണ്ടോ കുത്തിയിരുന്ന് നടന്നുണ്ട്. ഇതിനു വേണ്ടി ഇപ്പൊ എത്ര സമയം വേണേലും ചെലവഴിക്കാൻ ഇഷ്ടം കേട്ടോ. ഈ ഒരു CC പ്ലാന്റിൽ നിന്ന് ഒരു ശിഖരവും കൂടി നമ്മളത് അതിൽ നിന്ന് മാറ്റി നട്ടാണ് ഇല്ലേ മൃദുലെ? പിന്നെ ഇതേ മാറ്റി ചെറിയൊരു നാമ്പ്. ഇത് പരീക്ഷണമാണ്. എന്താണെന്നറിയാമോ? ഇൻഡോർ പ്ലാന്റിൽ ഇത് ഔട്ട്ഡോറിൽ ഇത് എങ്ങനെ ഉണ്ടോ നോക്കാം.
ഇത് നിങ്ങളപ്പോൾ വിചാരിക്കായിരിക്കും നല്ലൊരു ചെടിയായിരുന്നു, കല്ല് വെച്ച് കുളമാക്കിയെന്ന്. പക്ഷെ കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ. വെറും മണ്ണായിട്ട് കൊള്ളാം. വെറും മണ്ണായിട്ട് എങ്ങനെയല്ലേ അകത്ത് വയ്ക്കുന്ന കല്ലും കൂടി വെച്ച് ഡെക്കറേഷൻ. കല്ല് സത്യം പറഞ്ഞാൽ ചെടിക്ക് ഇട്ടുകൂടെന്നാണ് ചെടിക്കിടയിലെ ചേട്ടൻ പറഞ്ഞത്. കാരണം അതിന് ആ ഒരു എയർ അങ്ങോട്ട് കിട്ടത്തില്ല, കറക്റ്റ് ഗ്രോത്ത് ഉണ്ടാവത്തില്ല, പുതിയ നാമ്പുകൾ പൊട്ടിക്കളിക്കത്തില്ല. അപ്പം നമ്മൾ അതുകൊണ്ട് അവിടെ ഇവിടെ ആയിട്ട് അങ്ങനെ അങ്ങ് വെതറിയിരിക്കുകയാണ്. എന്തായാലും കല്ല് വാങ്ങിച്ചു അതിട്ട് ഇടണ്ട ഇല്ലേടി. മൃദുല പറഞ്ഞു തരും. ഇത് മൃദുല പറയണം നമ്മൾ തന്നെ കണ്ടുപിടിച്ചാണെന്ന് പറയണേന്ന്. പറ, എന്തോ നീ കണ്ടുപിടിച്ചത്? നമ്മള് എല്ലാരും കല്ലിങ്ങനെ വെതറിയിടുമല്ലോ, നമ്മൾ എന്തിനാ ഇങ്ങനെ അടുക്കുകയെന്ന് ചോദിച്ചാലേ, കല്ലെന്നാ അടുക്കാതെ ഇരിക്കാം. ഇതാകുമ്പോ ഇവിടുത്തെ മണ്ണ് ചിലതിനിങ്ങനെ ഒലിച്ചു വരും ഈ പോട്ടിന്റെ ഇവിടെ. ഒലിച്ചു പോത്തില്ല, ഒരു കളർഫുള്ളും ഉണ്ട്, ചെടിക്ക് ശ്വാസം കിട്ടും, ചെടി അതെ വളരെയും ചെയ്യും സ്പ്രെഡ് ആയിട്ട്. ഇതൊക്കെ സ്പ്രെഡ് ആവുന്നതാ. ടിപ്സ് എല്ലാരും കേട്ടല്ലോ. നമ്മൾ വേറൊരു പരീക്ഷണം കൂടി ചെയ്യാൻ വേണ്ടി പോവാട്ടോ. പിടിച്ച മുതലേ വേറെ അടി കൂടെ ഇറങ്ങിയ മുതലേ ഇറങ്ങിയാ വലിയ ഇതൊക്കെ വലിയ പോട്ടി വെക്കണം കേട്ടാ. വലിയ പോട്ട് കണ്ട മണ്ണില്ല, കണ്ട ഈ സാധനം ഉണ്ട്, കണ്ട മേളിൽ. ഇത് അപ്പൊ ഗൈസ് നമ്മളൊരു സൂത്രം ചെയ്യാൻ വേണ്ടി പോവാണ്. പരീക്ഷയ്ക്കും ഇല്ലെന്നൊന്നും അറിയത്തില്ല, ഞാൻ നെറ്റ് കണ്ടിട്ടുണ്ട്. CC പ്ലാന്റിന്റെ ഇത് മണ്ണിലും വെള്ളത്തിലും വളരും എന്ന്. വെള്ളത്തിൽ ഇതിന്റെ ഗ്രോത്ത് കുറവായിരിക്കും, മണ്ണിൽ ഇതിന്റെ ഗ്രോത്ത് ഭയങ്കര ഫാസ്റ്റ് ആയിരിക്കും. കുറച്ച് അടിയിലോട്ട് അവിടെ വെച്ച്. ഇനി എന്താണെന്നറിയോ, അതിൽ നിന്ന് പുതിയത് കിളിക്കുന്നത് നോക്കാം, ഇതിന് വേര് വരുന്നു നോക്കാം. അതന്നെ പറഞ്ഞ ഇതിന്ന് പഴയ നാമ്പ് കട്ട് ചെയ്യാം. ഇനി പുതിയ നാമ്പ് ആയതുകൊണ്ട് അതിന് കിളിക്കാതെ പോകില്ലെന്ന് അറിയത്തില്ലല്ലോ. അപ്പൊ പരീക്ഷണമല്ലേ എന്തായാലും. അപ്പൊ നമുക്ക് പഴയ നാമ്പാണേ. സത്യം പറഞ്ഞാൽ ഇതൊരു തരം ഭ്രാന്ത് പോലില്ലേ അല്ലേ? ചെടിയുടെ ഇതൊരു തരം ഒരു ഇതുണ്ട്, ക്രൈസ് പോലെ ക്രൈസ് പോലുണ്ട്. തപ്പിക്കൊണ്ടിരിക്കുക എവിടെ എവിടെ വെക്കണമെന്ന്. ഈ ഒരു സാധനം വാങ്ങിച്ച നന്നായി. അതിനകത്ത് കുറെ ചെടി ഇരുന്നു. നമ്മുടെ ഈ ഇതൊക്കെ വലുതായ കേട്ടാ ഗൈസ്. ഈ സാധനമൊക്കെ സ്നേക്ക് പ്ലാന്റ് മാത്രമല്ല, ഇത് കണ്ട ഇത് ചെറുതായിരുന്നു, ഇത് ചെറിയൊരു സാധനമായിരുന്നു. ഇത് വലുതായി കണ്ട. ഇത്രയല്ലേ ഉള്ളായിരുന്നു, ചെറിയ സാധനമായിരുന്നു, വലുതായിട്ടോ ഗൈസ്. അപ്പോൾ നമ്മുടെ ചെടികളെല്ലാം വെച്ചിട്ടുണ്ട്. വൈകിട്ടോട്ടിരിക്കാൻ തുടങ്ങിയതല്ലേ. പോട്ട് വാങ്ങിച്ച് അതിനകത്ത് വളം വിട്ട് മണ്ണ് മിക്സ് ചെയ്ത് എല്ലായിടത്തും വെച്ചപ്പോൾ ഇതൊക്കെ വെച്ച് കാണുമ്പോൾ ഉള്ളൊരു സന്തോഷം ഉണ്ടല്ലോ, അത് അടിപൊളിയാണ്. വീട്ടിലിരിക്കുന്ന സാധനങ്ങളെ ജസ്റ്റ് ഒന്ന് റീഅറേഞ്ച് ചെയ്യുമ്പോൾ തന്നെ ഒരു പുതിയൊരു ഫീൽ കിട്ടും. മൊത്തം അടിക്കാട്ടാ ടീഷർട്ട് എല്ലാം മൊത്തം മണ്ണ. ശരിയാട്ടാ, ഒരു സാധനം അവിടുന്ന് മാറ്റി ഇവിടെ വെച്ച് നമ്മളിപ്പോ ചെടികളെല്ലാം മാറ്റി. നമ്മളാണ്ട് അവിടുന്ന് മറ്റേ പ്ലാന്റ് മാറ്റി താഴെ വെച്ചു, അതിന്റെ പുതിയതൊക്കെ അവിടെ ഇവിടെ റീഅറേഞ്ച് ചെയ്തു. ഈ ഒരു വ്ളോഗ് ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്ന സുഹൃത്തുക്കളെ, നമ്മുടെ വീടെല്ലാം നമ്മൾ ക്ലീൻ ചെയ്തു. ഭയങ്കര ജോലിയുള്ള ഒരു ദിവസമായിരുന്നു കേട്ടോ. വീട് ക്ലീൻ ചെയ്തു. ചെടി ഊട്ടിയിൽ നിന്ന് വാങ്ങിച്ച ചെടികൾ ഇനി ഇന്ന് കിളിക്കുമോ ഇല്ലയോ എന്നുള്ള രണ്ടാമത്തെ ചോദ്യമാണ് സുഹൃത്തുക്കളെ. എന്തായാലും കിളിച്ചു കഴിഞ്ഞാൽ നമ്മൾ അപ്ഡേറ്റ് ചെയ്യാം. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ഊട്ടി പോകുന്നുണ്ടെങ്കിൽ നമ്മൾ കിളിച്ചതിന് ശേഷം നമ്മൾ പറയാൻ നിങ്ങൾ വാങ്ങിച്ചു കേട്ടോ. ഊട്ടിയിൽ പക്ഷേ വെറൈറ്റി ചെടികളുണ്ട്. പക്ഷെ നമ്മുടെ ക്ലൈമറ്റിൽ ഈ തണുപ്പത്തെ പിടിക്കത്തുള്ളൂ. നമ്മൾ ഈ ചൂടത്ത് പിടിക്കുന്ന എനിക്ക് തോന്നുന്നില്ല. ഇതൊരു പരീക്ഷണമാണ് ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അമ്പൂട്ടൻ നല്ല ഉറക്കമാണേ. കഷ്ടായിട്ട് അവൻ കരഞ്ഞു ഞാൻ എടുക്കാൻ പറ്റാതെ മണ്ണായപ്പോഴേ തന്നെ ഉറങ്ങി. നമ്മളെ പൊന്നല്ലേ അത്. കടിയും കടിച്ചാന്ന് തോന്നുന്നു. ഇവൻ വളരട്ടെ കേട്ടോ. ഈ ചെടിയൊന്നും ഇതേ സ്ഥാനത്ത് ഇരിക്കുന്ന കാണാം. ഇതെല്ലാം എടുത്ത് നമ്മൾ എവിടെ അപ്പൊ ഈ ചെടി നമുക്കൊരു ശല്യമായിട്ട് തോന്നും. അതൊക്കെ കല്ലൊക്കെ വായിടൂ. അത് പേടിക്കണം. അയ്യോ പറഞ്ഞപ്പോ പേടിയാവുന്നു. അല്ല അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം സീരിയസ് ആയിട്ട്. നമ്മളെ ഈ സ്റ്റോണൊക്കെ നമ്മൾ വളരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം. കാരണം അപ്പോൾ ഇച്ചിരി കൂടി ആകുമ്പം എല്ലാം കൈ കിട്ടുന്നിടത്ത് വായിലിടുന്ന ഒരു ക്യാരക്ടർ ഇത് വരുമല്ലോ കുഞ്ഞുങ്ങൾക്ക്. അപ്പോൾ ഇതൊക്കെ എടുത്ത് വായിലിടുമെന്ന് പേടിയാട്ടോ. അപ്പോൾ ഇതെല്ലാം മാറ്റേണ്ടി വരും മുതലേ. അതൊക്കെ എല്ലാം എടുത്തപ്പോൾ നമ്മൾ മേളിൽ ബാൽക്കണി കൊണ്ടുപോകും. അപ്പൊ പൂട്ടും.